3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ കളർ മാറിപ്പോകും. കുക്കർ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 2 അല്ലെങ്കിൽ 3 പച്ചമുളക് നീളത്തിൽ കീറിയതും 1 ചെറിയ സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. സവാള ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സ്റ്റൂവിന്റെ കളർ മാറിപ്പോകും. സവാള സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം കുക്കർ മൂടി 1 അല്ലെങ്കിൽ 2 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ 1 അല്ലെങ്കിൽ 2 വിസിൽ വരെ മാത്രം കുക്ക് ചെയ്താൽ മതി. ഉരുളക്കിഴങ്ങ് പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങ് സ്പൂൺ കൊണ്ട് നുടച്ചു കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് രണ്ടാം പാൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നല്ലപോലെ തിളപ്പിക്കണം. സ്റ്റൂ ഒന്ന് കുറുകി വരണം. സ്റ്റൂ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഒന്നാം പാലും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് തിളക്കാൻ അനുവദിക്കരുത്. നല്ലതുപോലെ ഒന്ന് ചൂടായിരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനം ഇതിന്റെ മുകളിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സദ്യ സ്റ്റൂ റെഡി.